ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ കുറച്ച് കമൻസും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്, നമുക്ക് പാസീവ് ഇൻകം കിട്ടാനുള്ള ബിസിനസ് എന്താണ്, അങ്ങനെ വെച്ചിട്ട് കുറേ കമൻസ് ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ നമ്മുടെ പേരും സംഭവങ്ങളൊക്കെ എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എൻ്റർപ്രനോർ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഓൾറെഡി നമുക്ക് 2 ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പാസീവായിട്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ സാലറീഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പാസീവ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അത് ഡയറക്റ്റ് ബിസിനസ്സിൽ ഇറങ്ങാണ്ട് ഞാൻ ആക്ച്വലി ചെയ്തേക്കുന്നത് 2 ബിസിനസ്സിൽ സെപ്പറേറ്റ് ആയിട്ട് പാർട്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരെണ്ണം സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഷോപ്പാണ് അത്. ഇത് രണ്ടും ഞാൻ ചെയ്തേക്കുന്നത് ഡയറക്റ്റ് ആണ് കേട്ടോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ സംഭവം ഒന്നുമില്ല. പക്ഷെ നമുക്കിപ്പോൾ സുഖമായിട്ട് തന്നെ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് 16% ഒക്കെ റിട്ടേൺ കിട്ടുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ അത് വഴിയേ പറയാം. അപ്പോൾ ഞാൻ ആക്ച്വലി ചെയ്തേക്കുന്നത് ഓൺലൈൻ അല്ല, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2-3 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൽ ഒരെണ്ണം ഡയറക്റ്റ് ഒരു IT സ്റ്റാർട്ടപ്പാണ്, പുതിയൊരു സ്റ്റാർട്ടപ്പാണ്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഒരെണ്ണം നമ്മൾ ഓൾറെഡി അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, മെഡിക്കൽ ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മെഡിക്കൽ ഷോപ്പ് ഒരു ചെയിൻ ഓഫ് മെഡിക്കൽ ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ 2 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 1.5 കൊല്ലത്തേക്ക് റിട്ടേൺസ് സംഭവം ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടാകുമ്പോൾ മിനിമം 1 ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിട്ടേൺ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് അപ്പോൾ തന്നെ കിട്ടി തുടങ്ങും കേട്ടോ. അത് വേറെ കാര്യം. അതിൻ്റെ വെബ്സൈറ്റ് ഏതൊക്കെ വെബ്സൈറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഡയറക്റ്റ് ആണ്. ഞാനിപ്പോൾ മറ്റേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകളെ പ്രൊമോഷനോ സംഭവമൊന്നും അല്ല. ഞാൻ അതിൻ്റെ ലിങ്കും സംഭവമൊന്നും കൊടുക്കണമില്ല. എന്ന് വെച്ചാൽ ഞാൻ അതിൽ ഇൻവെസ്റ്റ് സംഭവം ചെയ്തിട്ടില്ല. നമ്മളത് പ്രൊമോഷനും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കുറേ പേര് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വല്ല സംഭവങ്ങളുണ്ടോ എന്ന് വെച്ചിട്ട്, അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻസും റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട, ഫോളോ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാൻ മറക്കണ്ട, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിൻ്റെ ആ 2 സൈറ്റുകളുടെ പേരാണ് ഞാൻ പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈറ്റാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് ഗ്രിപ്പ് എന്ന് പറഞ്ഞ സൈറ്റാണ്, gripinvestment.in. അപ്പോൾ ഞാനത് പ്രൊമോഷൻ അല്ല, ഞാൻ ഓൾറെഡി എടുത്ത് പറയാണ്. ഇതിനെക്കുറിച്ച് അത്യാവശ്യം നിങ്ങൾ തന്നെ ഓൺ റിസർച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. എന്ന് വെച്ചാൽ അത് സെബി റെഗുലേറ്റഡ് തന്നെയാണ്, അത് വേറെ കാര്യം. നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, gripinvestment.in എന്നിട്ട് ഇതാണ് എൻ്റെ വെബ്സൈറ്റ് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഡോണ്ട് പേ EMI, ഏൺ EMI. അതായത് നമുക്ക് ഏൺ മന്ത്ലി അപ് ടു 16% റിട്ടേൺ വിത്ത് സെബി റെഗുലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് 1000 രൂപ മതിട്ടാ. ഡൈവേഴ്സിഫൈ യുവർ ഇൻവെസ്റ്റ്മെന്റ് ബിയോണ്ട് FD, മ്യൂച്വൽ ഫണ്ട് ആൻഡ് സ്റ്റോക്സ്. ഗെറ്റ് മന്ത്ലി ഫിക്സഡ് ഇൻകം കണ്ടു. ഇതിലൊക്കെ നമുക്ക് മന്ത്ലി വേണമെങ്കിൽ ഇൻകം കിട്ടൂട്ടാ. ബെനിഫിറ്റ്സ് ഫ്രം ഹൈ ഈൽഡ് റിട്ടേൺ ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ കുറേ കമ്പനികളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ SDIs അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ കോർപ്പറേറ്റ്സ്, ബോൺസുകൾ, നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഓൾറെഡി ഇപ്പോൾ ലൈവായിട്ട് കൊടുത്തുള്ളത് കണ്ടോ, നേവി, ഫിൻസർവിൽ. ഞാൻ ഇത് വേണമെങ്കിൽ കൊടുക്കാം. വലിയ ശല്യമല്ലോ, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മുടെ അവിടെ. അപ്പോൾ ഇവനാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഇടയിൽ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പോൾ ഇതിൽ വന്നേക്കുന്നത് തന്നെ, ബോണ്ടിൽ വന്നേക്കുന്നത് തന്നെ നമുക്ക് നേവി, ഫിൻസർവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ VV3 ക്യാപിറ്റൽസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ബോണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇതിലൊക്കെ എന്താ പറയുക, ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ നേവിയിൽ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 10.5% തന്നെ നമുക്ക് ഇതിൻ്റെ റിട്ടേൺ കിട്ടുന്നു എന്ന് പറയുന്നത്. അതും 11 മാസം കൊണ്ട് കിട്ടാം. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 1000 മതി. മന്ത്ലി ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. ഇതിൻ്റെ അത്യാവശ്യം എ റേറ്റിംഗ് ആണ് വരുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് 98% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവർ 1.7 CR നമ്മുടെ എന്താ പറയുക ആൾക്കാരെ നിന്ന് വാങ്ങിക്കാനുള്ള അത് നിങ്ങൾക്ക് അറിയാതിരിക്കില്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് അവർ എന്തിനാണ് നോക്കുന്നത്, ലോൺ എടുക്കുന്നതിന് പകരം അത് നമ്മുടെ IPO ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നിന്ന് കാശ് നമുക്ക് എന്താ പറയുക ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ ഗ്രിപ്പ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ വേറെ ഉണ്ട് ALT ഗ്രാഫ് എന്നിട്ട് സാധനം ഉണ്ട്, ഓൾട്ട് ഗ്രാഫ്. അതും നമുക്ക് ഇതുപോലെ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഡയറക്റ്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ബോണ്ട് സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ സംഭവം ഒന്ന് തന്നെ നമുക്ക് അതിന് റിട്ടേൺ സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാം. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടെനേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ എന്തായാലും ഇതിൻ്റെ പേര് സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ സംഭവം കിട്ടും കേട്ടോ. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെഗുലേറ്റഡ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. എല്ലാം ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. ഈ 2 മെയിനായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ P2P ഇൻവെസ്റ്റ് ചെയ്യാം. P2P ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അത് കുറച്ച് ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ്. എന്താ വെച്ചാൽ നമ്മുടെ കാശ് വേറെ ആൾക്ക് കടം കൊടുക്കുകയാണ്. അതിന് ഓൾമോസ്റ്റ് 12% നമുക്ക് റിട്ടേൺ കിട്ടും. പക്ഷേ അത് റിസ്ക് കൂടുതലാണ്. എന്താ വെച്ചാൽ
കിട്ടാനുള്ള അതുപോലെ എന്തെങ്കിലും ഡിഫോൾട്ടായി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പോയിട്ട് സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് 2 lakh above ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി 2 കൂടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 5 to 6 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സിംഗിളായി ഇൻഡിവിജ്വലായിട്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പാർട്ട്നേഴ്സായിട്ടാണ് ചെയ്തേക്കുന്നത്, ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം ഒരു സ്റ്റാർട്ടപ്പ് IT കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരു വേണമെങ്കിൽ നമുക്ക് എല്ലാം കൂടിയിട്ട് വേണമെങ്കിൽ ഒരു 20% ഷെയർ വേണമെങ്കിൽ നോക്കാം. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് 3 പേർക്കും കൂടിയിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ എമൗണ്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ചെറുതാണല്ലോ. പിന്നെ വേറൊന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാർമ ഫീൽഡാണ്, ഒരു മെഡിക്കൽ ഷോപ്പാണ്, ഒറ്റയ്ക്ക് പറഞ്ഞ മെഡിക്കൽ ഷോപ്പാണ്, ഒരു ചെയിൻ ഓഫ് മെഡിക്കൽ ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇനി റിട്ടേൺ കിട്ടാൻ പോകുന്ന എല്ലാത്തിനും ഒരു 1 year ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 year കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ എന്താ പറയുക പ്രോഫിറ്റ്സ് കിട്ടി തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു പാസീവ് ഇൻകം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടിപ്പിൾസ് മെത്തേഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്കിൽ എടുക്കാം, നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കറിയാം സ്റ്റോക്സ് നമ്മൾ കുറേ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് അതിന് ഡിവിഡൻഡ് കിട്ടും. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു പാസീവ് ഇൻകം ആണ്. നമുക്ക് വേണമെങ്കിൽ REITയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയാണ് റിയൽ എസ്റ്റേറ്റ്. നിങ്ങൾക്ക് ഈ REIT ആകുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ പോയിട്ട് REIT എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്റ്റോക്കാണ്, സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എളുപ്പത്തിന് പച്ചയ്ക്ക് മനസ്സിലാവാൻ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര വലിയ ഹ്യൂജ് എമൗണ്ട് വേണം. ഇതാകുമ്പോൾ നമുക്ക് 500 രൂപയിൽ നിന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എല്ലാ മാസവും ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അവർക്ക് ഇൻകം കിട്ടുന്നതിൻ്റെ ഒക്കെ പ്രോഫിറ്റ് ഡിവിഡൻഡായിട്ട് നമുക്ക് കിട്ടും. ഞാൻ ചെയ്യുന്നുണ്ടായാലും നമുക്ക് ഈ മാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു പാസീവ് ഉണ്ടാക്കാനുള്ള ഒരു നല്ല പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ REIT ഭയങ്കര പൂരത്തിൻ്റെ ഭയങ്കര സൗണ്ട് രക്ഷയില്ല കേട്ടോ. നമ്മളെല്ലാം ക്ലോസ് ചെയ്തിട്ടും ഒരു രക്ഷയില്ല, ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അധികം ഞാൻ പറഞ്ഞു നീട്ടിക്കുന്നില്ല. എന്തായാലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ നമുക്ക് എല്ലാ കമൻറ്റും അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മളത് 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം. ബൈ.